ഹലോ ഫ്രണ്ട്സ്, മണ്ണുത്തി ഫാംസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അഗ്ലോണിമ ബുഷി പോട്ട് പ്ലാന്റ്സിൻ്റെ. അപ്പോൾ അത് നമ്മൾ ഇട്ട പ്ലാന്റ്സ് എല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് നിങ്ങൾ പോട്ടിൽ മണ്ണുണ്ടാവുമോ, മണ്ണടക്കമാണോ അയക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അയക്കുക, എങ്ങനെയാണ് പാക്ക് ചെയ്യുക എന്നൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 1K ആയി. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ഇതിപ്പോൾ നമ്മൾ വെയിറ്റ് അനുസരിച്ചാണ് നമുക്ക് 1 കിലോനാണ് നമുക്ക് 70 റുപ്പീസ് CC വരുന്നത്. നമ്മളത് കൊക്കോപീറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെയിറ്റ് ആക്കുക. ഇതിലിപ്പോൾ ഇത് നമ്മൾ കൈനസ് ഇട്ടിട്ടുണ്ട് കോംബോ പ്ലാന്റ്സിനെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ തെറ്റാണ്ടിരിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ അതിൽ ഇങ്ങനൊരു കവറിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുക. ഇതിൽ നമ്മൾ കൊക്കോപീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഈ റൂട്ടുമുള്ള മണ്ണ് അത് സോയിൽ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ നമുക്ക് പാക്ക് ചെയ്താലും നമുക്ക് യാതൊരു ഡാമേജ് വരില്ല. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇതുപോലെ കാട്ടിയിരുന്നു എങ്ങനെയാണ് പാക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. അതൊരു നൈറ്റ് വീഡിയോ ആണോ, അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് എങ്ങാനും ഇപ്പോൾ ഒരു ബോക്സ് തന്നെ ഒന്ന് ചെരിഞ്ഞ് പോയാലും നമുക്ക് യാതൊരു വിധത്തിൽ പ്ലാന്റ്സ് ഒരിക്കലും നമ്മൾ ഇത് വിട്ടു പോവില്ല. ഈ ഒരു കവർ നമ്മൾ പാക്ക് ചെയ്യണ ബോക്സും നമ്മൾ ടാഗ് ചെയ്തിട്ട് വെക്കുക. നമ്മൾ മേടിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് മനസ്സിലാണ്ടോ, നമ്മൾ അങ്ങനെ കെട്ടിയിട്ടാണ് അയക്കുക. അപ്പോൾ ഒരു വിധത്തിൽ നമുക്ക് ഈ പ്ലാന്റ് ഈ കവറിൽ നിന്ന് വിട്ടു പോവുക അല്ലെങ്കിൽ മണ്ണ് പോവുക ഒന്നും ചെയ്യില്ല. ഈ കൊക്കോപീറ്റിൽ നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു നനവ് അവിടെ നിൽക്കും. അപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞാലും യാതൊരുവിധ പ്ലാന്റ്സിന് ഡാമേജും വരില്ല. ഇത് നമ്മളിട്ടൊരു കോംബോ പ്ലാന്റ്സ് തന്നെയാണ്. ഇതൊക്കെ ലാസ്റ്റത്തെ വീഡിയോയിൽ പോയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മളിതിൽ സോയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ചിലതിൽ 2 കവർ, ചിലതിൽ 3 കവറൊക്കെ പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുക. വേരൊന്നും പോവില്ല, വേരൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഒരു ദിവസം കൂടെ തന്നെ നമുക്ക് ഡെലിവറി ആവണുണ്ട്. ഇപ്പോൾ 2 ദിവസം 3 ദിവസം ഇരുന്നാലൊന്നും ഈ അഗ്ലോണിമക്ക് യാതൊരു ഡാമേജും വരില്ല. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, DDDC ഓഫീസിൽ നിന്ന് വിളിച്ചില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയി എടുത്തില്ല, അവർ വിളിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിരിക്കരുത്. നമുക്ക് ബാക്കിയുള്ള കൊറിയർ പോലെയല്ല, ഇത് പ്ലാന്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ഡേയ്സ് തന്നെ നിങ്ങൾ ചെന്നപ്പോൾ അവർ വിളിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങൾ അങ്ങോട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക, പ്ലാന്റ് വന്നോന്ന് ചോദിക്കുക. അപ്പം അന്ന് തന്നെ പ്ലാന്റ് ചെയ്യാനൊക്കെ നോക്കുക. ജസ്റ്റ് ഇങ്ങനെ ബോക്സ് ഒന്ന് പൊളിച്ച് വെച്ചാൽ മതി, പ്ലാന്റ് ചെയ്യണമെന്നില്ല. കിട്ടുമ്പോൾ തന്നെ ഒന്നിങ്ങനെ പൊളിച്ച് വയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യണത്. ഇതൊക്കെ ഇന്ന് പോണ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പം ഞാനത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.